എന്തായാലും തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുകയാണ്. ജലനിരപ്പ് 138.25 അടി ആയതിനെ തുടർന്നാണ് സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നത്. പരമാവധി 10,000 ക്യൂസെക്സ് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രളയക്കെടുതിയിലാണ് തമിഴ്നാടുള്ളത്. തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ശ്രമം. വാർത്തയുടെ വിശദാംശങ്ങളുമായി സജയ് കുമാർ നമുക്കൊപ്പം ചേരും. സജയ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സജയ് കുമാർ, എങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം? മഴയ്ക്ക് കുറവുണ്ടോ? അതായത് തെക്കൻ ജില്ലകളിൽ ഇന്ന് അല്പം മഴയ്ക്ക് ശമനമുണ്ട്. കന്യാകുമാരി ജില്ലയിൽ ഇന്നലെ മുതൽ മഴ തീരെ ഇല്ലാത്തതിനാൽ ഇന്ന് ജനജീവിതം സാധാരണഗതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളായ തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകൾക്ക് ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല തൂത്തുക്കുടി, തിരുനെൽവേലി പോലുള്ള ജില്ലകൾ ജനജീവിതം പാടെ സ്തംഭിച്ചിട്ടുണ്ട്. സൈന്യവും രക്ഷാപ്രവർത്തനത്തിൽ നടത്തുകയാണ്. കനത്ത മഴ, ഇന്നലെ പെയ്ത കനത്ത മഴയിൽ പല ഭാഗങ്ങളിലും വീടുകളിൽ കുടുങ്ങിയ ജനങ്ങളെ ബോട്ട് മൂലം അവിടുന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടി ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ അധികം ഈ മഴ എഫക്റ്റ് ആയിരിക്കുന്നത് തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലാണ്. അതുപോലെ തിരുവനന്തപുരത്തിന് സമീപം ഒരു ട്രെയിനിൽ 1000-ഓളം യാത്രക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട്. അവർക്ക് ഹെലികോപ്റ്റർ മൂലം സൈന്യത്തിന്റെ സഹായത്തോടു കൂടി ഭക്ഷണവും അത്യാവശ്യ സാധനങ്ങളും അവർക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ്. ഇവരെ ഇന്ന് രാവിലെ അവിടെ നിന്നും റെസ്ക്യൂ ചെയ്യുമെന്നാണ് സൈന്യവും കേന്ദ്ര ഗവൺമെന്റും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യമാണ് തമിഴ്നാട്ടിൽ തെക്കൻ ജില്ലകളിൽ. ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ഒറ്റ ദിവസത്തിൽ തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ പെയ്തിരിക്കുന്നത്. ഇത് കാരണമാണ് ജനം ഇത്രയധികം ദുരിതം അനുഭവിക്കുന്നത്. സജയൻ, ഈ മഴ എത്ര ദിവസം കൂടി ഇങ്ങനെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? അതായത് ഇപ്പോൾ തേനി, വിരുന്നുകാർ പോലുള്ള ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി, തെങ്കാശി പോലുള്ള ജില്ലകളിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് സ്കൂളുകൾക്ക്, ഈ 4 ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വിരുദനഗർ, അതേപോലെ തേനി പോലുള്ള ജില്ലകളിലാണ് കൂടുതൽ ഇനി രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെന്റ് നീങ്ങുന്നത്. ശരി, സജയ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി തുടരുകയാണ്. തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തിരുനെൽവേലി, തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. തേനി അടക്കമുള്ള ജില്ലകളിൽ ഇന്നും റെഡ് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.